നമ്മൾ ഇനി പാർലമെന്റിലേക്ക് പോകുന്നത്. പാർലമെന്റിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രതിപക്ഷം സഹകരിക്കുമെന്നുള്ളതാണ് വിവരം. നീറ്റ് ചോദ്യപേപ്പറിൽ ചർച്ചയിൽ പ്രതിഷേധം അറിയിച്ച ശേഷം ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. ചർച്ചയിൽ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ചർച്ചയ്ക്ക് നാളെ മറുപടി നൽകും. കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, ബിനോയ് വിശ്വം എന്നിവരുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയുമാണ്. രാകേഷ്, അപ്പോൾ ഈ നീറ്റ് സഭയിൽ ഉന്നയിക്കും എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ തീരുമാനമാണ്. പക്ഷേ അപ്പോഴും കാര്യമായിട്ടുള്ള പ്രതിഷേധം വേണ്ട എന്നുള്ളതാണ് നിലപാട്. എൽദോ, തുടക്കത്തിൽ ഏതായാലും ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലോക്സഭ 2 തവണയാണ് തടസ്സപ്പെട്ടത്. തുടർന്ന് 12 മണിക്ക് സമ്മേളിച്ച സഭ പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക്സഭ സമ്മേളിക്കുമ്പോൾ ആദ്യം ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും. പക്ഷേ സ്പീക്കർ അതിന് അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് സ്വാഭാവികമായും രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിക്കും. 16 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ ലോക്സഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. BJP നേതാവ് അനുരാഗ് ഠാക്കൂറാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക. നാളെ ഏതായാലും ഈ വിഷയത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. രാജ്യസഭയിൽ ഇതിനോടകം തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധങ്ങൾക്കിടയിലും ചർച്ച തുടങ്ങാൻ രാജ്യസഭയിൽ കഴിഞ്ഞിരുന്നു. 21 മണിക്കൂർ ചർച്ചയാണ് രാജ്യസഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ ഏതായാലും നാളെ ലോക്സഭയിൽ മറുപടി പറഞ്ഞ ശേഷം മറ്റന്നായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാളായിരിക്കും മറുപടി പറയുക. ഏതായാലും ഇന്ന് നീറ്റ് വിഷയത്തിൽ മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതിലൊന്ന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധത്തിലാണ്. രാഷ്ട്രപതിയുടെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നതടക്കം ആം ആദ്മി പാർട്ടി ബഹിഷ്കരിച്ചിരുന്നു. ഇന്ന് ഏതായാലും ആ വിഷയം ഉന്നയിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഇപ്പോഴുള്ളത്. ഏതായാലും ഇന്ന് കേരളത്തിൽ നിന്നുള്ള 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ്. അതൊന്ന് ബിനോയ് വിശ്വം, രണ്ടാമത് എളമരം കരീം. ഇതിന് പകരമായി 2 പേരുടെ സത്യപ്രതിജ്ഞ, 3 പേരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. കാരണം ജോസ് കെ മാണി വീണ്ടും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പോൾ 3 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കുകയാണ്. മുസ്ലിം ലീഗിലെ ഹാരിസ് ബീരാൻ, CPI-യിലെ PP സുനീർ, ഒപ്പം തന്നെ ജോസ് കെ മാണി. അവരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. 2 അംഗങ്ങളുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. എൽദോ, നന്ദിപ്രമേയ ചർച്ച തുടങ്ങുമ്പോൾ ആ നന്ദിപ്രമേയത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ചർച്ചകൾക്കിടയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നീറ്റ് സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് കാണേണ്ടത് എൽദോ. കാരണം പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ സഭയുടെ മറ്റ് നടപടികളൊക്കെ തന്നെ നിർത്തിവെച്ച് ഈ വിഷയം പരിഗണിക്കണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് സ്പീക്കർ അനുമതി നൽകില്ല. കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉന്നയിപ്പിച്ചപ്പോൾ സ്പീക്കർ പറഞ്ഞ കാര്യം നന്ദിപ്രമേയ ചർച്ച നടക്കുകയാണ്. അപ്പോൾ നന്ദിപ്രമേയ ചർച്ച നടക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ അജണ്ടയായി പരിഗണിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിഷയങ്ങൾ ഏത് വിഷയം വേണമെങ്കിലും ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പരാമർശിക്കാം എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അപ്പോൾ അത്തരമൊരു നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുക. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇന്ന് സംസാരിക്കും. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും സംസാരിക്കുമ്പോൾ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്യും. അപ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. സർക്കാരാകട്ടെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിപക്ഷം ഈ ചർച്ചകൾക്കിടയിൽ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ മറുപടി പറയാം എന്ന നിലപാടിൽ സർക്കാരും എത്തിയിട്ടുണ്ട്. കാരണം സർക്കാർ പറയുന്ന വാദം ഇതിനോടകം തന്നെ CBI ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഉന്നതതല സമിതി ഈ വിഷയത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇനി എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു മറുപടി പറയാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയം ഏതെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേക്കും. റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പാർലമെന്റിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കമാവുകയാണ്. പ്രതിപക്ഷം നീറ്റ് വിഷയം ഉന്നയിക്കും, പക്ഷെ അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. എന്തായാലും സഹകരിക്കുക എന്നുള്ള നിലപാടുണ്ട് പ്രതിപക്ഷത്തിന്.